ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും അമ്മാവനും കൃത്യമായ മറുപടി നിനക്ക് തന്നിട്ടുള്ളതാ. അതിൽ കൂടുതലൊന്നും നമ്മൾ തമ്മിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹരി, അത് പോരല്ലോ ഹരി. കല്യാണയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നിനക്ക് എന്താ അവകാശം? എന്റെ മനസ്സിലിപ്പോൾ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് എന്നെ ശരിക്കും അറിയാൻ വയ്യ. പുസ്തകം എഴുതിയതോ അവാർഡ് കിട്ടിയതോ ഒന്നുമല്ല കാര്യം. നിങ്ങളിൽ കുറേ പേരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. ആ തെറ്റിദ്ധാരണ മാറിയെന്നറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ചെറുതൊന്നുമല്ല. ഈ കഴിഞ്ഞ 9 വർഷം ഞാനൊരു നഗരത്തിലായിരുന്നു, ജനത്തിരക്കുള്ളൊരു നഗരം. അവിടെ പരസ്പരം ഒന്ന് കൈ ഉയർത്തി കാണിക്കാനോ നമ്മൾ പരസ്പരം ചോദിക്കുന്നത് പോലെ എന്തുണ്ട് ശേഖരേട്ട, എന്തുണ്ട് മാധവേട്ട എന്നുള്ള ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആളുകള് ഓടി തീർക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗിയും നന്മയും നമ്മളൊക്കെ തമ്മിലുള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. വല്ലാത്തൊരു വിങ്ങല. എന്റെയും വേണുവിൻ്റെയൊക്കെ കൂട്ടുകാർ ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഈ നാട്ടിൽ നിൽക്കേണ്ടടാ, എവിടെയെങ്കിലും പോയി നന്നായിക്കോ എന്നൊക്കെ പറയും. അന്ന് ഞങ്ങൾ അവരോടൊക്കെ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്, അല്ലടാ? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുഴിച്ചിടും, അന്ന് നിങ്ങൾ വന്ന് കണ്ടോളണം എന്നൊക്കെ വെല്ലുവിളിയോടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിധിയാ, ഒളിച്ചോടേണ്ടി വന്നു ഈ നാട്ടിൽ നിന്ന്. ഹരിയെ വേദനിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖം മുഷിയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഒരാളൊന്ന് തല കുനിച്ചാൽ പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അമ്മയായിട്ടും അച്ഛനായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു തെറ്റുകാരനാവുമെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലല്ലല്ലോ, എൻ്റെ വീട്ടിൽ തന്നെയല്ലേ. ആ പോട്ടെ, എല്ലാവരും എല്ലാം മറന്നല്ലോ. ഈ വായനശാലയാണ് ഞാൻ ആദ്യമായിട്ട് പുസ്തകം എടുക്കാൻ വന്ന സ്ഥലം. ഇതിനകത്ത് വെച്ചാൽ ഞാൻ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് വായിക്കുന്നതും അറിയുന്നതും ഒക്കെ. ഇപ്പോ ജോയ് എന്നൊരു കാഴ്ച കാണിച്ചു. ഈ വായനശാലയുടെ ആദ്യത്തെ പുസ്തകമായിട്ട് മധുര നമ്പരക്കാറ്റ് വച്ചിരിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിലെനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഒരു വരിയെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലെ വായനശാലയിൽ. മതി. ഹരിയുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും മതി. ഞാൻ എപ്പോഴും വരും, എൻ്റെ കൂടെ നിത്യം ഉണ്ടാവും. നമ്മുടെ നാടിനെ അറിയുന്ന എൻ്റെ പെണ്ണ്. എല്ലാവർക്കും നന്ദി.
നിത്യ, താനിവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. കൺഗ്രാറ്റ്സ്. അവാർഡിന്റെ കാര്യം ഞാൻ ഒരല്പം വൈകി അറിഞ്ഞത്. താങ്ക്സ്. എന്താ സംസാരിക്കാനുള്ളത്? ഹരിക്ക് അവിടെ തിരക്കുണ്ടെങ്കിൽ ഞാനവിടെ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, പറഞ്ഞു. കാര്യം ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് പറയാം. എന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ഞാനങ്ങ് തിരുത്തുക. വീണയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വീണെ കണ്ടിരുന്നു. ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിലും അത് നടക്കേണ്ടത് തന്നെയാണ്. വീണയെ വിവാഹം കഴിക്കാൻ ഹരിയുടെ സമ്മതമൊന്നും എനിക്ക് വേണമെന്നില്ല. പക്ഷേ എനിക്ക് വേറെ ഒരു കാര്യത്തിൽ ഹരിയുടെ സമ്മതം വേണം. എന്ത് കാര്യത്തിൽ? കല്യാണിയുടെ കാര്യത്തിൽ, ഞങ്ങളുടെ മോടെ കാര്യത്തിൽ. അവളെ ഹരി ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ. ഞങ്ങൾ ഒന്നിക്കുമ്പോ ഞങ്ങളുടെ മോളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ. ഇവനെ മോളെക്കുറിച്ചുള്ള അവകാശവാദത്തിനൊക്കെ ഞാനും അമ്മാവനും കൃത്യമായ മറുപടി നിനക്ക് തന്നിട്ടുള്ളതാ. അതിൽ കൂടുതലൊന്നും നമ്മൾ തമ്മിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹരി, അത് പോരല്ലോ ഹരി. കല്യാണയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നിനക്ക് എന്താ അവകാശം? ഏതോ ഒരു ദിവസം ഒരു പെണ്ണിനെ കണ്ടുമുട്ടി 3-4 ദിവസം അവള് ഭ്രമിക്കുന്ന കുറെ വാക്കുകൾ പറഞ്ഞു. 5-ാം ദിവസം അവളുടെ കിടപ്പറയിൽ എത്തിയിട്ട് നീ മടങ്ങി. എന്നിട്ട് അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവള് പ്രസവിച്ചു എന്നറിഞ്ഞിട്ടും 9 വർഷം തിരിഞ്ഞു നോക്കാത്ത നീ അവകാശത്തിന്റെ കണക്ക് പറഞ്ഞാലേ ആട്ട് ഞാൻ.